ഹലോ ഗൈസ്, കുറേ പേര് നമ്മളുടെ ഈ അണ്ടർ വാട്ടർ ഫോളിംഗ് ബോയിൻ്റെ എഡിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാദ്യം നമ്മൾ പിൻട്രസ്റ്റിൽ കയറിയിട്ട് ഫോളിംഗ് പോസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഫോളിംഗ് പോസ് പറയുമ്പോൾ ഒരു ബോയിൻ്റെ ഫോട്ടോ ഇട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻഷോട്ടിലിട്ടിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എറൈസ് ചെയ്ത് കൊടുക്കുക, നമുക്ക് എത്രയാണ് ആവശ്യമെന്ന്. അത് എറൈസ് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ പോവുക. യൂട്യൂബിൽ കയറിയിട്ട് അണ്ടർ വാട്ടർ ബബിൾസ് ഓവർലേ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് Y2Mate വെച്ചോ നിങ്ങൾക്ക് വിറ്റ്മേറ്റ് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത വിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിൽ കയറിയിട്ടാണ് ഞാൻ ഐയുടെ ആനിമേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഐ ആനിമേഷനിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവിടെ കോമിക്കിനകത്ത് ഏത് വേണമെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് ജനറേറ്റ് ചെയ്യാം. ഞാൻ ഇതിൽ നിന്ന് ഒന്നാണ് ചൂസ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ആ ഐ എടുത്ത് വെക്കുക. എന്നിട്ട് ഇൻഷോട്ടിൽ കയറിയിട്ട് നമുക്കിനി ബാക്കി എഡിറ്റിങ്സ് തുടങ്ങാം. അപ്പോൾ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടെ കാണിക്കാനായിട്ട് എഡിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം കയറിയിട്ട് നമ്മുടെ ഐ എടുത്തതിന് ശേഷം നമുക്ക് ഏത് സൈസാണോ ഐക്ക് വേണ്ടത് എന്ന് കൊടുക്കുക. ഞാൻ ഈ 2:3 കൊടുത്തിട്ട് അതിനെ സൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഐ നോക്കുവാണ് അത് കറക്റ്റ് ആണോ അല്ലേന്ന്. ഐയുടെ കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇച്ചിരി സ്ലോ മോഷൻ കൊടുക്കാം. നമുക്കിങ്ങനെ ഐ ഓപ്പൺ ചെയ്ത് വരുന്ന നമുക്ക് ഇത്തിരി സ്ലോ മോഷൻ കൊടുത്തിടാം. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ബ്ലാക്ക് ഗ്രൗണ്ടാണ് വേണ്ടത്, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് അത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യമേ നമ്മൾ മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആദ്യമേ മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്ത് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. അപ്പോൾ എഡിറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഫോളിംഗ് ബോയിൻ്റെ അല്ലെങ്കിൽ ഐൻ്റെ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഐ കൊടുത്തതിന് ശേഷം അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റാണ് നോക്കിയിട്ട് ഫോളിംഗ് ബോയിൻ്റെ കൊടുക്കുക. ഫോളിംഗ് ബോയ് കൊടുത്തതിന് ശേഷം നമുക്ക് പിപ്പുണ്ട്, PIP ഉണ്ട്. PIP കയറിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് എവിടം തൊട്ട് എവിടെയാണോ അതെങ്ങനെയാണ് പോവേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആനിമേഷൻ പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ ആനിമേഷൻ ആകുമ്പോൾ കറക്റ്റ് അത് താഴോട്ട് ബോയ് വീഴുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. നമുക്കിപ്പോൾ ക്യാപ് കട്ടി ചെയ്യാനാണെങ്കിൽ നമുക്കിത് കീ ഫ്രെയിം വെച്ച് ചെയ്യാം. ഇതേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ കീ ഫ്രെയിം യൂസ് ചെയ്ത് ചെയ്യാം. എനിക്ക് ക്യാപ് കട്ടിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇൻഷോട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് അത് അയക്കുന്നത്. ഇതുപോലെ വരും നമുക്ക് പതുക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് അതിനുശേഷം നമുക്കിനി അടുത്ത അണ്ടർ വാട്ടർ ബബിൾ എടുക്കുക. അണ്ടർ വാട്ടർ ബബിൾ എടുത്തിട്ട് നമ്മളത് സൂം ചെയ്ത് കറക്റ്റ് നമുക്ക് എവിടെയാണോ വേണ്ടത് നോക്കിയിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാം. അത് അണ്ടർ വാട്ടർ ബബിൾ നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ ബ്ലെൻഡ് കാണും. ബ്ലെൻഡിൻ്റെ അകത്ത് പോയിട്ട് ഹാർട്ട് ലൈറ്റ് കൊടുക്കുക. ഹാർട്ട് ലൈറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ അണ്ടർ വാട്ടർ ഫീലിംഗ് കിട്ടും. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഈ PIP വെച്ചിട്ട് നോക്കുമ്പോൾ ഇനി അത് കറക്റ്റ് സെറ്റായിട്ട് വരും. എന്നിട്ട് നിങ്ങൾക്ക് അതിനുശേഷം എവിടെയെങ്കിലും എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ എഫക്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത്രയാണ് ചെയ്യാൻ.